ഹലോ ഗായ്സ് അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷം? അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ പ്രവാസത്തിലുള്ള വെക്കേഷൻ സമയത്ത് വെക്കേഷനൊക്കെ ആയിട്ട് നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കോഴിക്കോടേക്ക് പോകുന്ന വഴിയാണ്. നമ്മൾ ബൈപ്പാസ് വഴിയൊക്കെ പോയി. അപ്പോൾ റോഡ് പണി കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അപ്പോൾ പിന്നെ ചെറിയ മഴ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ് ഈ സമയത്ത്. അപ്പോൾ നമ്മൾ നേരെ കോഴിക്കോട് പോയി സയൻസ് എക്സ്പോ എന്തെല്ലോ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് നേരെ സയൻസ് എക്സ്പോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാം കേട്ടോ. നമുക്ക് സയൻസ് എക്സ്പോനെ പറ്റി വളരെ വിശദീകരിക്കാനൊന്നും അറിയില്ല. ഏകദേശം നമ്മളവിടെ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. സയൻസ് എക്സ്പോനെ നേരെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ വന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ എഡിറ്റ് ചെയ്യാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ വീഡിയോ ലൈറ്റ് ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സയൻസ് എക്സ്പോ ഇതിൻ്റെ ടിക്കറ്റ് വരുന്നത് ആ സമയത്ത് 100 രൂപയായിരുന്നു. ഇപ്പം എന്താ അറിയില്ല, റേറ്റ് മാറിയിട്ടുണ്ടോ അറിയില്ല. തുടക്ക സമയത്ത് വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നേരെ ഉള്ളിലേക്ക് കയറി എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ള വിശേഷം കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാമെന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ ഉള്ളിലേക്ക് കയറി. ഉള്ളിൽ കയറുന്ന സമയത്ത് തന്നെ എന്താണ് കയറുന്ന സമയത്ത് ഇവിടെ കുറച്ച് ബോർഡോടൊക്കെ അലങ്കരിച്ച് എന്തെല്ലോ നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറേ ബോർഡ് ജീവൻ നിലനിർത്താനുള്ള കോശങ്ങളും ജീനുകളും കാര്യങ്ങളും അതിനെ പറ്റിയിട്ടുള്ള കുറേ പഠനം കുറേ എഴുതിയതായിട്ട് കുറേ ബോർഡുകൾ കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ഭാഗത്തുണ്ട്. പിന്നെ അതിനെപ്പറ്റി വിശദീകരിക്കുന്ന കുറേ വോയിസുകൾ കാര്യങ്ങൾ, അത് സ്ക്രീനിൽ കാര്യങ്ങൾ, താഴെ കുറേ സ്ക്രീനിലൊക്കെ ആയിട്ട് ഓരോ കോശങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വ്യക്തമായിട്ട് കാണിക്കുന്ന കുറേ ബോർഡുകൾ കാര്യങ്ങളൊക്കെ താഴെ ഉണ്ട്. വരുന്ന കുട്ടികൾക്ക് മുതലാവും. കാരണം എന്താ വെച്ചാൽ പഠിക്കുന്ന കുട്ടികൾ സയൻസ് ആ ബേസിൽ പഠിക്കുന്ന കുട്ടികൾ ഡോക്ടറിങ് MBBS കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സ്റ്റാർട്ടിങ് ഉള്ള കുട്ടികൾക്ക് കാര്യങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും. അതായത് 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ. അത് കഴിഞ്ഞ് നേരെ ഫ്രണ്ടിൽ പോകുമ്പോൾ നമ്മൾ ഡൈനോസറിൻ്റെ ഫോസിലുകൾ കാര്യങ്ങൾ, അതേ കുരങ്ങൻ്റെ ഫോസിലുകൾ കാര്യങ്ങൾ, ഓരോ ജീവികളുടെ ഫോസിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഭാഗം കേട്ടോ. ഇതിലെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. 100 രൂപേൻ്റെ ടിക്കറ്റ് സംഗതി മുതലായിനോ ചോദിച്ചാൽ മുതലായിന്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു വെറൈറ്റി ആയിട്ട് ഡൈനോസറിൻ്റെ ബോട്ട്, അതുപോലെ തന്നെ കുരങ്ങനെങ്കിലും മനുഷ്യൻ്റെയൊക്കെയുള്ള രൂപമാറ്റം, അതൊക്കെ നമുക്ക് അങ്ങനെ മനസ്സിലായി. സ്കൂൾ പഠിക്കുന്ന ആ വയസ്സിൽ മനസ്സിലായി. ഇതിൻ്റെ ഉള്ളോട്ട് ആഴത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അത് ഉപകാരപ്പെടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ തീയിൻ്റെ കണ്ടുപിടുത്തം, ഓരോ യുഗത്തിലും മനുഷ്യരിലും വരുന്ന മാറ്റങ്ങൾ, വേട്ടയാടി ജീവിക്കുന്ന മനുഷ്യരിലേക്കുള്ള മാറ്റങ്ങൾ, അവസാനം നമ്മളെപ്പോലുള്ള സാധാ മനുഷ്യൻ. അതുപോലെ തന്നെ ഇവിടെ വലിയൊരു ഡൈനോസറിൻ്റെ ഇതുണ്ട് കേട്ടോ, രൂപം കാര്യങ്ങൾ. അത് ഒറിജിനലാണോന്നും അറിയില്ല. അത് കഴിഞ്ഞ് നേരെ ഫ്രണ്ടിലേക്ക് പോകും. മനുഷ്യൻ്റെ രൂപം മാറ്റങ്ങളും പരിണാമ സിദ്ധാന്തം അതിനെ പറ്റിയിട്ടുള്ള ഓരോ മനുഷ്യൻ ഓരോ വർഷങ്ങൾക്ക് ശേഷം കുരങ്ങനിൽ നിന്നും മനുഷ്യൻ നീച്ച് നടക്കുന്നതും വേട്ടയാടുന്നതും തീൻ്റെ കണ്ടുപിടുത്തവും കാര്യങ്ങളൊക്കെ ഇതിനെ വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. വ്യക്തമായിട്ട് അതിൻ്റെ സൈഡ് ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് വായിച്ച് നോക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഈ മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ നല്ല കളറുള്ള ഫോട്ടോസ് ഉണ്ടാവില്ല. അപ്പോൾ അത് വായിക്കുക. മനോരമാവും പ്രത്യേകിച്ച് ക്ലാരിറ്റി. അപ്പോൾ അത് വായിക്കുക എന്നുള്ള ലെവലേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഇതൊക്കെ കണ്ടെത്തി അതിനെപ്പറ്റി പഠിക്കുന്ന കുട്ടികൾക്ക് വിശദമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വോയിസ് കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള മാറ്റങ്ങളും കാര്യങ്ങളും അവർ പറഞ്ഞു തരാൻ ഒരുപാട് ആളുകളുണ്ട് അവിടെ. ഇവിടെ തുടക്ക സമയത്ത് ആയതുകൊണ്ട് വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവസാന സമയം ആകുമ്പോഴേക്കും ചെറിയ ടിക്കറ്റ് നിരക്കൊക്കെ ചിലപ്പോൾ മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 100 രൂപയായിരുന്നു ഉള്ള ടിക്കറ്റ്. അപ്പോൾ അതൊക്കെ എടുത്ത് ഉള്ളിൽ കയറി അതിനെപ്പറ്റി പഠിക്കുന്ന കുട്ടികൾക്ക് ആ 100 രൂപ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയാൽ മുതലാവും. കാരണം ഇതൊക്കെ കണ്ടില്ല, വേട്ടയാടി ജീവിക്കുന്ന പഴയ കാലത്തേക്ക് നമുക്ക് കൊണ്ടുപോകുന്ന ഓരോ രൂപങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ ആൾക്കാരൊന്നും കയറുന്ന കാണില്ല. അപ്പോൾ പവറിലാണ് കയറിക്കുക. കുറച്ച് സയൻസ് പരമായിട്ട് നല്ല അറിവുള്ള ആളാന്നൊക്കെ വിചാരിച്ചോട്ടെ എന്നുള്ള ലെവലിൽ വണ്ടി കയറിയതാണ്. എനിക്കൊന്നും മനസ്സിലാവണില്ല ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട്. നമുക്ക് ഈ ഫോട്ടോ കണ്ടിട്ട് 10 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തീനെ നിയന്ത്രിക്കുന്ന മനുഷ്യർ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഓരോ ബോർഡുകളായിട്ട് വിശദമായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അങ്ങനെ എഴുതിന മലയാളത്തിൽ എഴുതുന്നുണ്ട്, നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ 80,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നുള്ളതിന് തെളിവ് കാര്യങ്ങൾ, ഫോസിലുകൾ കാര്യങ്ങളൊക്കെ അവർ കണ്ടെടുത്ത് അത് ആ രൂപങ്ങളും കാര്യങ്ങളൊക്കെ അപ്പുറത്തുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ചെക്കനതൊക്കെ കണ്ടിട്ട് കുരങ്ങൻ്റെ രൂപങ്ങളും കാര്യങ്ങളും പഴയ ഫോസിലുകളൊക്കെ കണ്ടിട്ട് അന്തം വിട്ട് ആകെ ഓട്ടത്തിലാടും. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് ഫ്രീ ആയിട്ട് ടിക്കറ്റൊന്നും ഇല്ലാതെ ഉള്ളിൽ കയറാം. കുട്ടികൾക്ക് ടിക്കറ്റ് കാര്യങ്ങളൊന്നും വേണ്ട, വലിയവർക്ക് മാത്രം ടിക്കറ്റ് എടുത്താൽ മതി. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ തന്നെ ബെല്ലൈക്കൺ കാര്യങ്ങളൊക്കെ ഒന്ന് അമർത്തുക. ഇതിനെപ്പറ്റി വ്യക്തമായി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ വന്ന് കാണുക. കാരണം അത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിൻ്റെ മുകൾ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. കാര്യങ്ങൾ അതിൻ്റെ താഴെ എന്താണ് സംഭവം, ഈ രൂപം എന്താണ് ഇതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നതൊക്കെ വ്യക്തമായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. കുറേ കുട്ടികൾ കാര്യങ്ങളൊക്കെ വന്ന് എഴുതിയ വായിക്കാനൊന്നുമില്ല. വലുതായി എഴുതിയ കാര്യങ്ങളും അതിൻ്റെ ഹെഡിങ് കാര്യങ്ങൾ മാത്രം വായിച്ചിട്ട് അങ്ങനെ നമുക്ക് അത്ര മനസ്സിലായാൽ മതി. കാരണം നമ്മൾ അതിനെപ്പറ്റി പഠിക്കാൻ നിന്ന് നമുക്ക് അതിന് നേരമില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതിന് ലീവ് കഴിഞ്ഞ് വീണ്ടും പ്രവാസത്തിലേക്ക് പറക്കാനുള്ള സമയമാവും. അതായത് വായിച്ച് തീരുമ്പോൾ ഇതിന് സമയം കുറേ എടുക്കും. അങ്ങനെ വീഡിയോ കാണുന്ന എല്ലാ മുത്തുമണീസും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.